എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ വയർലെസ് മൈക്കായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ പേര് റിസ്വാൻ, ഞാൻ എൻ്റെ ഈ ചാനൽ ടെക് വീഡിയോസ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ആ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഈ നല്ലൊരു ആദ്യമേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ലുക്കും കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയം ലുക്കാണ് ഇത് ലഭിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഗോൾഡ് കളറാണ് ഇത് ബുക്ക് ചെയ്തത്. ഇവിടെ ഇതിൻ്റെ ബട്ടൺസ് ഒക്കെ കാണുന്ന നല്ല ഗോൾഡ് കളറാണ്. നല്ലൊരു ഫിനിഷിങ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അതിൻ്റെ ഒരു മോഡൽ നെയിം ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വയർലെസ് മൈക്രോഫോൺ ആണ് ഇത്. അപ്പോൾ ബാക്ക് നമുക്ക് ഇതിൻ്റെ നോക്കാം. ഇത് പവർ ബട്ടൺ ആണ്. ഇത് പ്രീവിയസ് സോങ്ങിലോട്ടൊക്കെ പോകാനാണ് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുമ്പോൾ. ഇത് നമുക്ക് മ്യൂസിക് പോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് മൈക്കായിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇവിടെയാണ് വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺസ് ഉള്ളത്. അപ്പോൾ ഇത് മൈക്കിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഈ ഒരു സ്ലോട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ പോകുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഓക്സ് കേബിൾ തന്നിട്ടുണ്ട്. ഒരു ഓക്സ് കേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു മെമ്മറി കാർഡ് ഇടാം. ഇവിടെ നമുക്കൊരു മെമ്മറി കാർഡ് ഇടാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതാണ്ട് റെക്കോർഡ് ചെയ്യാനും USB എല്ലാം അതിനെല്ലാം USB കണക്ട് ചെയ്യാനെല്ലാം ഒരു സ്ലോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ഒക്കെ നമുക്ക് നോക്കാം. The Bluetooth device is ready to pair. It's connected successfully. The tides will turn without us, and I'll be killing time like a Malayalam when pieces fall right into place. Even if I lost them. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്പീക്കർ എവിടെയാണെന്ന് ചോദിച്ചവർക്ക് താണ്ട് ഇവിടെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്പീക്കർ വരുന്നത്. ഇത്രയും വലിയൊരു സ്പീക്കറാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട് ഈ ഒരു മൈക്കിൽ. അതുമാത്രമല്ല, ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അതായത് ഇതാണ്, ഇവിടെ നമുക്ക് വേണമെങ്കിൽ USB കണക്ട് ചെയ്ത് നമുക്ക് സോങ് കേൾക്കാവുന്നതാണ്. അല്ലാതെ ബ്ലൂടൂത്ത് മാത്രമല്ല, നമുക്ക് USB ഇതാണ്ട് ഇവിടെ കണക്ട് ചെയ്താലും അതിൽ മ്യൂസിക് നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്. നല്ലൊരു ഫിനിഷിങ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഈ ഒരു സ്പീക്കറായിട്ട് ഉപയോഗിക്കാം, അതുപോലെ മൈക്കായിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ് നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് മൈക്കായിട്ട് ഉപയോഗിക്കാം, പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് ഉപയോഗിക്കാം, പിന്നെ USB കണക്ട് ചെയ്താലും നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.